നമസ്കാരം. കേരളത്തിലെ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുമെന്നാണ് UDFും അതിന്റെ നേതാവായിരിക്കുന്ന രാഹുൽ ഗാന്ധിയും പറയുന്നത്. കേരളത്തിലെ KSRTC നമുക്കറിയാം, ശമ്പളം കൊടുക്കാൻ പോലും സാധിക്കാതെ വല്ലാതെ കഷ്ടപ്പെടുന്ന എത്രയോ തൊഴിലാളികൾക്ക് ഇപ്പോഴും ആനുകൂല്യങ്ങൾ കൊടുക്കാത്ത സർക്കാർ ജീവനക്കാർ പുതിയ ശമ്പള പരിഷ്കരണവുമായി മുന്നോട്ട് പോകുമ്പോൾ ശമ്പള പരിഷ്കരണം പോയിട്ട് അടിസ്ഥാന ആനുകൂല്യങ്ങൾ പോലും നിഷേധിക്കപ്പെട്ട ഒരു ജനവിഭാഗമാണ് KSRTCയിലെ തൊഴിലാളികൾ. അവർ അങ്ങേയറ്റം കഷ്ടപ്പെടുന്നു, ത്യാഗം ചെയ്യുന്നു. പക്ഷേ അവർ അധ്വാനിക്കുന്നതൊന്നും അവർക്ക് തിരികെ കിട്ടുന്നില്ല. അവർക്ക് കൃത്യമായി ശമ്പളം ലഭിക്കുന്നില്ല, ആനുകൂല്യം ലഭിക്കുന്നില്ല. അത്തരം ഒരു സ്ഥാപനത്തിലാണ് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കുമെന്ന് UDF പ്രഖ്യാപിച്ചത്. ഇത് തന്നെയാണ് UDFിന്റെ അവസ്ഥയും. കേരളത്തിലെ ജനങ്ങൾ ഇവർ പറയുന്ന ഇത്തരം പാഴ് പ്രസ്താവനകൾ, ഇത്തരത്തിലുള്ള പാഴ് വാഗ്ദാനങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കും. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ സ്ത്രീകൾക്ക് സൗജന്യമാക്കിയാൽ നമ്മുടെ സ്വകാര്യ ബസ്സുകളിൽ ആള് കയറുമോ? ഏതാണ്ട് 4500ഓളം വരുന്ന KSRTC ബസ്സുകൾ, ഏതാണ്ട് 7000-8000 വരുന്ന പ്രൈവറ്റ് ബസ്സുകൾ, ഈ 8000 പ്രൈവറ്റ് ബസ്സുകളിൽ ഏതാണ്ട് 48,000-48,000 വരുന്ന തൊഴിലാളികളുടെ കുടുംബം ജീവിക്കുന്നത് പ്രൈവറ്റ് ബസ്സിൽ ജോലി എടുത്തിട്ടാണ്. അങ്ങനെ ഈ KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യമാക്കിയാൽ അവരൊക്കെ തള്ളിക്കയറുകയും അങ്ങനെ പ്രൈവറ്റ് ബസ്സുകളിൽ ആളില്ലാതിരിക്കുകയും കുടുംബമായി യാത്ര ചെയ്യുന്ന ആളുകളൊക്കെ KSRTC തെരഞ്ഞെടുക്കും. ആ KSRTCയും നശിക്കും, അതോടൊപ്പം പ്രൈവറ്റ് ബസ്സുകളും നശിക്കുന്ന സാഹചര്യമാണ് കേരളത്തിൽ വരാൻ വേണ്ടി പോകുന്നത്. ഇത്തരം തുഗ്ലക്ക് പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുമെന്ന് പറയുന്ന ആളുകളെ അധികാരത്തിലേറ്റാൻ കേരളത്തിലെ ജനങ്ങൾക്ക് എന്താണ് ഇത്ര നിർബന്ധ ബുദ്ധി? ഇതൊക്കെ തിരിച്ചറിയാൻ ജനങ്ങൾക്ക് സാധിക്കില്ല. എന്തെങ്കിലുമൊക്കെ വിവരക്കേട് വിളിച്ചു പറയുമ്പോൾ കൂടെയുള്ള ആളുകളോട് ചോദിക്കാനെങ്കിലും തയ്യാറാവണ്ടേ? ആള് വോട്ട് കിട്ടി അധികാരത്തിൽ വന്നുകൊണ്ട് ആളെ പറ്റിക്കാമെന്ന് കരുതിയാൽ അത് നടക്കുന്ന കാര്യമാണോ? പണ്ടൊക്കെ തന്നെ പലതരം മുദ്രാവാക്യങ്ങൾ കാണിച്ചുകൊണ്ട് കോൺഗ്രസ് അധികാരത്തിൽ വന്ന് പിന്നീട് അതൊക്കെ മറന്ന ചരിത്രമാണുള്ളത്. കേരളത്തിലെ ജനങ്ങൾക്ക് ഇവിടെ ഒരു വികസന സംസ്കാരം, ആ സംസ്കാരത്തിനനുസരിച്ച് ജനങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഇത്തരത്തിലുള്ള വിഡ്ഢിത്തങ്ങൾ ജനങ്ങളോട് പറയുമ്പോൾ ഒന്ന് ആലോചിക്കണമെന്ന് മാത്രമേ പറയാറുള്ളൂ. കേരളത്തിലെ സ്വകാര്യ ബസ് വ്യവസായം തകരാൻ പാടില്ല. ആയിരക്കണക്കിന് തൊഴിലാളികളും ഇപ്പോൾ ഉടമകളില്ല. ഏതാണ്ട് എല്ലാ ഉടമകളും തൊഴിലാളികളാണ്. ആ മേഖലയും തകരും, KSRTCയും തകരും. പൊതുഗതാഗത സംവിധാനം സമ്പൂർണ്ണമായി തകർക്കുന്ന കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDFിന്റെ ഇത്തരം നീക്കങ്ങളെ പ്രതിരോധിക്കാൻ മുഴുവൻ മലയാളികളും മുന്നോട്ട് വരണം. കർണാടകയിൽ നടപ്പിലാക്കി പരാജയപ്പെട്ട പരിഷ്കാരം കേരളത്തിൽ കൊണ്ടുവരുന്നതിനെ തടയണം, എതിർക്കണം. നന്ദി, നമസ്കാരം.